കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പരീശന്മാരിൽ പ്രമാണിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, നിക്കോദിമോസ് എന്ന പേരുള്ള മനുഷ്യൻ, രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള സംഭാഷണത്തിൽ യേശുക്രിസ്തുവിനോട് നിക്കോദിമോസിനോട് യേശുക്രിസ്തു പറയുകയാണ്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിക്കോദമോസ് യേശുവിനോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്, പുതുതായി ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അതേ ചോദ്യം തന്നെ ഇന്നും പല ദൈവമക്കൾക്കും ആ നിക്കോദിമോസിന് ഉണ്ടായിരുന്നത് പോലെ ഉള്ള സംശയമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സംശയമുള്ള വേറെയും സഹോദരന്മാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ വീണ്ടും ജനിച്ച ദൈവമക്കളെ സംബന്ധിച്ച് നിക്കോദമോസിനുള്ളതുപോലെയുള്ള സംശയം തന്നെയാണ് ഉള്ളത്. അതെന്താണ് നിക്കോദമോസിനുള്ള സംശയം എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത് എന്നുള്ളതാണ് നിക്കോദമോസിൻ്റെ സംശയം. പക്ഷെ എന്നാൽ ഇന്നത്തെ ദൈവമക്കളെ സംബന്ധിച്ചുള്ള സംശയം എന്താണ് വീണ്ടും ജനനം എന്നുള്ളത് മാത്രമല്ല, അവർ വീണ്ടും ജനിച്ചോ എന്ന് വരെ അവർക്ക് സംശയമാണ്. അപ്പോൾ വീണ്ടും ജനിച്ചത് എന്നാണെന്നും അവർക്കറിയത്തില്ല, വീണ്ടും ജനിച്ചത് എങ്ങനെയാണെന്നും അവർക്കറിയത്തില്ല. അതുകൊണ്ട് വീണ്ടും ജനിച്ചോ എന്ന് പോലും അവർക്ക് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംശയമുള്ളവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മനുഷ്യൻ ജനിക്കും, ആ ജനിക്കുന്ന മനുഷ്യൻ മരിക്കും, മരിച്ചതിന് ശേഷം അവൻ വീണ്ടും ജനിക്കും. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതായത് ആദ്യം ജനിച്ച മനുഷ്യൻ മരിച്ചിട്ട് അവൻ രണ്ടാമത് ജീവിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അനേകം വിശ്വാസികൾക്കും അറിയാൻ പാടില്ല. വീണ്ടും ജനിച്ചു എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും അവർ വീണ്ടും ജനിച്ചോ എന്നുള്ള കാര്യം സംശയമാണ്. അത് മാത്രമല്ല, അവർ എന്നാണ് വീണ്ടും ജനിച്ചത് എന്നുള്ള കാര്യവും അവർക്കറിയത്തില്ല. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ജനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ രക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ വീണ്ടും ജനിക്കുക എന്നുള്ള കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം. ഒരിക്കലും ഒരു സുവിശേഷകനോട് മറ്റൊരു ഉപദേശി ഇങ്ങനെ ചോദിച്ചു. അത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ കാര്യമാണ്. ആ സുവിശേഷകനും ഈ ഉപദേശിയും തമ്മിൽ ഇങ്ങനെ യാത്രാമധ്യേ പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉപദേശി സുവിശേഷകനോട് ചോദിച്ചു, നിങ്ങൾ വീണ്ടും ജനിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ സുവിശേഷകൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, 30 വർഷമായിട്ട് ഞാൻ കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപദേശി വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പോഴും ഈ സുവിശേഷകൻ പറഞ്ഞു, അതെ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ കർത്താവിനെ 30 വർഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷകനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം മൂന്നാമതും ഈ ഉപദേശി ചോദിക്കുകയാണ്, സുഹൃത്തെ, ഞാൻ ചോദിച്ചത് നിങ്ങൾ വീണ്ടും ജനിച്ചുവോ എന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ഈ മൂന്നാമത് ഇതേ കാര്യം തന്നെ ചോദിച്ചപ്പോൾ ഈ സുവിശേഷകനാകെ സംശയമായി. ഉടനെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, കാരണം അദ്ദേഹത്തിന് ഈ ചോദ്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോവുകയും രാത്രിയിൽ ദൈവത്തോട് ചോദിച്ച് ദൈവം സത്യം വെളിപ്പെടുത്തി കൊടുത്ത് അദ്ദേഹം വീണ്ടും ജനിക്കുകയും ചെയ്തു എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇന്ന് പല വിശ്വാസികളോടും ചോദിച്ചാൽ, അവരോട് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും രക്ഷിക്കപ്പെട്ടു എന്ന് പറയും. എന്നാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അവർ രക്ഷിക്കപ്പെട്ട ഡേറ്റും പറയും. പക്ഷേ അവരോട് വീണ്ടും ജനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംശയമാണ്. അത് വീണ്ടും ജനിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവർക്ക് പറയാൻ അറിയത്തില്ല എന്നുള്ളതാണ്. എനിക്കും ഒരു കാലത്ത് ഇത് അറിയത്തില്ലായിരുന്നു. എന്നാണ് ഞാൻ വീണ്ടും ജനിച്ചതെന്നും ഞാൻ എങ്ങനെയാണ് വീണ്ടും ജനിച്ചത് എന്നുള്ള കാര്യവും എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു. എന്നാൽ ഈ സത്യം മനസ്സിലായപ്പോഴാണ് ഞാനിത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ആദ്യം ജനിച്ച മനുഷ്യൻ മരിക്കണം, ആ മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കണം. അതിനെയാണ് വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ പുതുതായി ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അതിനാധാരമായിട്ട് ഞാൻ
പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ഇനി ഞാൻ 5-ാം വാക്യം വായിക്കാം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം 3-ാം വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ. 5-ാം വാക്യത്തിൽ പറയുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ വീണ്ടും ജനിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മളെങ്ങനെയാണ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വയം രണ്ടാമത് ജീവിക്കാൻ പറ്റില്ല. അപ്പം മരിച്ച മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അവൻ മരിച്ചു കിടക്കുവാണ്. അപ്പം മരിച്ച മനുഷ്യൻ വീണ്ടും ജനിക്കണമെങ്കിൽ അവനെ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു ശക്തി അവനെ ജീവിപ്പിക്കണം, എങ്കിലേ അവൻ വീണ്ടും ജീവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പുതുതായി ജനിക്കത്തുള്ളൂ. അപ്പോൾ ആ കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ, അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്യിച്ചു. ആ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്നാണ് എഴുതിയത്. നമ്മൾ വീണ്ടും ജനിച്ചതല്ല, വീണ്ടും ജനിപ്പിച്ചു. അങ്ങനെ വീണ്ടും ജനിപ്പിക്കാനുള്ള കാരണം, മരിച്ച മനുഷ്യന് സ്വയം ജനിക്കാൻ കഴിയത്തില്ല, പക്ഷെ അവനെ മറ്റൊരു ശക്തി ജനിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോൾ നമ്മൾ മരിച്ചവരായിരുന്നു, മരിച്ച നമ്മെ ആരോടുകൂടെ ജീവിപ്പിച്ചു? ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. അതാണ് പത്രോസ് പറഞ്ഞത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ, യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ, ആ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ എന്നെയും എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളെയും ദൈവം വീണ്ടും ജനിപ്പിച്ചു എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തു യേശുവിനെ എന്നാണോ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ആ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുക്രിസ്തുവിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചു. അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ച എന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. അപ്പോൾ എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു, മരിച്ച മനുഷ്യനെ മറ്റൊരു ദിവ്യശക്തി കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുക, അതാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. അതാണ് എഫേസ്യ ലേഖനം 2-ന്റെ 1 പറയുന്നത്, അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ച നമ്മെയും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അത് തന്നെയാണ് പത്രോസ് അപ്പോസ്തലനും പറഞ്ഞ്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്താൽ, ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും മരിച്ചു, ക്രിസ്തുവിനെ അടക്കിയപ്പോൾ എന്നെയും അടക്കി. അപ്പം ക്രിസ്തുവിൽ മരിച്ച ഞാൻ, ക്രിസ്തുവിൽ അടക്കപ്പെട്ട ഞാൻ, ക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ ഞാനും പുനരുത്ഥാനം ചെയ്തു. അതാണ് വീണ്ടും ജനിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ജനിപ്പിക്കുക എന്ന് പറയുന്ന പണി ആരുടെയാണെന്നറിയാമോ? അല്ലെങ്കിൽ ആ കാര്യം ആരാ ചെയ്യുന്നതെന്നറിയാമോ? വീണ്ടും ജനിപ്പിക്കുക എന്നുള്ളത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. അത് മരിച്ച മനുഷ്യന് സ്വയം ചെയ്യാൻ പറ്റത്തില്ല. ദൈവം അവൻ മരിച്ചവനെ എഴുന്നേൽപ്പിക്കണം, അല്ലെങ്കിൽ ജീവിപ്പിക്കണം, അല്ലെങ്കിൽ ജനിപ്പിക്കണം, എങ്കിൽ മാത്രമേ അവൻ വീണ്ടും ജനിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ദൈവം ക്രിസ്തുവിൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ യേശുക്രിസ്തുവിൽ നമ്മെയും പുനരുത്ഥാനം ചെയ്തു. അതാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്, വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നല്ല. അപ്പോൾ ആരാണ് ജനിപ്പിച്ചത്?
ദൈവം എന്നാണ് ജനിപ്പിച്ചത്? യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ദിവസം. യേശുക്രിസ്തു എന്നാണോ പുനരുത്ഥാനം ചെയ്തത്, അന്നാണ് യേശുക്രിസ്തുവിൽ ദൈവം എന്നെയും ജീവിപ്പിച്ചത്, അതായത് വീണ്ടും ജനിപ്പിച്ചത്. പക്ഷേ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതും രണ്ട് കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചത് 2020 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുയേശുവിൻ്റെ പുനരുത്ഥാനത്താലാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്. പക്ഷേ ഞാൻ ആ സത്യം അറിയുന്നതെന്ന് അറിയോ? 1992 ഫെബ്രുവരി 18 അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 1:23 അതെന്താണ് പറയുന്നത് അറിയോ? 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 3-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. 23-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരു വാക്യത്തിൽ ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും മറ്റൊരു വാക്യത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നും പറയുകയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2025 വർഷം മുമ്പ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ ദൈവം എന്നെ വീണ്ടും ജീവിപ്പിച്ചു, അല്ലെങ്കിൽ വീണ്ടും ജനിപ്പിച്ചു. പക്ഷെ ആ സത്യം ഞാൻ അറിഞ്ഞതെന്നറിയോ? 1992 ഫെബ്രുവരി 18 അന്നാണ് ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇങ്ങനെ അറിയാത്ത ഒരുത്തനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പോൾ പ്രസംഗിക്കാതെ ഒരുത്തനെ എങ്ങനെ കേൾക്കും? അപ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഒരു പ്രസംഗകൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ എന്നെ ദൈവം വീണ്ടും ജനിപ്പിച്ചു എന്നുള്ള സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ഞാൻ കേൾക്കുകയും അതിനെ ഞാൻ അംഗീകരിക്കുകയും അതിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ വീണ്ടും ജനിപ്പിച്ചത് 2025 വർഷം മുമ്പ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരുത്തിയ ആ ദിവസമാണ് ഞാൻ വീണ്ടും ജനിച്ചത്. ആ സത്യം ഞാൻ അറിയുന്നത് 1992 ഫെബ്രുവരി 18 ആ സത്യം ഞാൻ അറിയാനിടയായത് ക്രിസ്തുവിൻ്റെ വചനത്താലാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനം കേട്ടപ്പോൾ, എന്നെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഞാനത് കേൾക്കുവാനും വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും ഇടയായി. അതാണ് പത്രോസ് അപ്പോസ്തലൻ 1:23 പറയുന്നത്: ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ജനിപ്പിച്ചത് 2025 വർഷം മുമ്പും ഞാൻ ജനിച്ചത് 1992 കാരണം അന്നാണ് ഞാൻ ആ സത്യം അറിയുന്നത്. അതുകൊണ്ടാണ് ഈ 2 വാക്യത്തിലും 2 രീതിയിൽ പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. 3-ാം വാക്യത്തിൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്നും 23-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചു എന്നും എഴുതിയേക്കുവാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്, വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവമാണ്, ദൈവത്താലല്ലാതെ വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് യേശുക്രിസ്തു പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അതാണ് പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കുക എന്നർത്ഥം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വന്നിട്ട് നമ്മെ ജീവിപ്പിക്കുക എന്നർത്ഥം. കാരണം നമ്മൾ മരിച്ചുപോയി. മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരണം. അതാണ് 2025 വർഷം മുമ്പ് ക്രിസ്തുയേശുവിൽ ദൈവം ചെയ്തത്. ദൈവം തൻ്റെ പുത്രനെ തൻ്റെ ആത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അതാണ് ആ ആത്മാവിൽ നമ്മെ വീണ്ടും ജീവിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്ന ആ കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്.
അതാണ് ആത്മാവിൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുകയും ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ആ സത്യം നമ്മൾ എപ്പോഴാണോ പ്രസംഗിച്ച് കേൾക്കുന്നത്, ആ കേട്ട സത്യം നമ്മൾ എപ്പോഴാണോ വിശ്വസിക്കുന്നത്, ആ വിശ്വാസത്താൽ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ക്രിസ്തുയേശുവിൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോഴാണ് ഞാൻ വീണ്ടും ജനിക്കുന്നത്. അതാണ് ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നത്. അപ്പോൾ പത്രോസ് 3-ാം വാക്യത്തിൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്നും അതിൻ്റെ 23-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചു എന്നും പറയുന്നതിൻ്റെ സാരം ഇതാണ്. അപ്പം നമ്മളോടൊരാൾ ചോദിക്കുവാണ്, നിങ്ങൾ എന്നാണ് വീണ്ടും ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ വീണ്ടും ജനിച്ചതാണ്. എന്നാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ ദൈവം എന്നാണോ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അന്നാണ് ഞാനും വീണ്ടും ജനിച്ചത്. മരിച്ച യേശുവിനെ വീണ്ടും ജനിപ്പിച്ച ദൈവം തൻ്റെ ആത്മാവിനാൽ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ എന്നെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അന്ന് ഞാൻ വീണ്ടും ജനിച്ചു, അല്ലെങ്കിൽ അന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ചു. ആ സത്യം ഞാൻ അറിയുന്നത് 1992 ഫെബ്രുവരി 18-ാം തീയതിയാണ്. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ദൈവവചനത്താൻ്റെ പ്രസംഗത്താലാണ് ഞാനത് കേട്ടത്. ആ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആ വചനം വിശ്വസിക്കുകയും അന്ന് ഞാൻ ദൈവവചനത്താൽ വീണ്ടും ജനിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്നോട് എന്നാണ് വീണ്ടും ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു എന്നാണോ ഉയർത്തെഴുന്നേറ്റത് അന്നാണ് ഞാൻ വീണ്ടും ജനിച്ചത്. അതാണ് വേദപുസ്തകത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ആ പത്രോസ് അപ്പോസ്തലൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പിതാവായ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സത്യസുവിശേഷം, അല്ലെങ്കിൽ ഈ സത്യം പ്രസംഗിച്ച് കേട്ട് ഞാനത് സ്വീകരിച്ച് വിശ്വസിച്ച് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അന്ന് ദൈവവചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം വീണ്ടും ജനിപ്പിച്ച ദിവസവും വീണ്ടും ജനിച്ച ദിവസവും തമ്മിൽ 2000-ലധികം വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. അതാണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഇതാണ്. വീണ്ടും ജനിച്ചത് യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്നാണോ അന്നാണ് ഞാൻ വീണ്ടും ജനിച്ചത്. അല്ലാതെ രക്ഷിക്കപ്പെട്ട ദിവസമല്ല ഞാൻ വീണ്ടും ജനിച്ചത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് 1992 ഫെബ്രുവരി 18-ാം തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ഞാൻ വീണ്ടും ജനിച്ചത് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ഞാൻ വീണ്ടും ജനിച്ചത്. അപ്പോൾ വീണ്ടും ജനിച്ചതും രക്ഷിക്കപ്പെട്ടതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഡേറ്റ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് ആ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ വിശ്വസിച്ച ദിവസമാണ്, യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച ദിവസമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ നിങ്ങൾ വീണ്ടും ജനിച്ചുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ് അല്ല പറയേണ്ടത്. നിങ്ങൾ വീണ്ടും ജനിച്ച ഡേറ്റ് അതല്ല. നിങ്ങൾ വീണ്ടും ജനിച്ച ഡേറ്റ് 2025 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പുനരുത്ഥാനത്തിലാണ് ദൈവം നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചത് ഒരു ദിവസവും രക്ഷിക്കപ്പെട്ടത് മറ്റൊരു ദിവസവുമാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ജനിച്ചോ എന്നൊരാൾ ചോദിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നല്ല പറയേണ്ടത്. രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ ആ രക്ഷിക്കപ്പെട്ട ഡേറ്റ് പറയാം. പക്ഷെ വീണ്ടും ജനിച്ചുവോ എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറയുകയും അതെന്നാണെന്ന് ചോദിച്ചാൽ 2025 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുകയും ചെയ്യണം. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ട ഡേറ്റ് പറയണം. വീണ്ടും ജനിച്ചോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വീണ്ടും ജനിച്ചു എന്നും പറയണം. അത് ജനിച്ചത് എന്നാണെന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ള കാര്യവും പറയണം. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചത് ദൈവവും വീണ്ടും ജനിക്കുന്നത് നമ്മളുമാണ്. വീണ്ടും ജനിപ്പിച്ചത് ദൈവം തൻ്റെ ആത്മാവിനാൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു.
ആ സത്യം നമ്മൾ ദൈവവചനത്താൽ കേട്ട് വിശ്വസിച്ചപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചു. അപ്പോൾ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.